ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ അൽഫിനെ പതിവില്ലാണ്ട് ഉറക്കത്തുനിന്ന് എണീപ്പിച്ച് ഗൈസ് 7 മണിക്ക്. ഗൈസ് അപ്പം രാവിലെ തന്നെ നടന്നു വരുന്നുണ്ട്, കലിപ്പാണെന്ന് തോന്നുന്നുട്ടോ. ഗൈസ് അപ്പം ഞാൻ ഏർലി മോർണിംഗ് എണീറ്റ് പോകുന്നത് മീൻ വാങ്ങാനാണ് ഗൈസ്. നമുക്കിവിടെ മീൻ മാർക്കറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് മീൻ വാങ്ങാണ്. കുറേ മീൻ കുറച്ച് പൈസക്ക് വാങ്ങും. ബേബി പോയാലോ? ഇത് ക്യാമറ ഒക്കെ ആയിട്ട് ചിരിക്കുന്നത് എന്തത് സൗന്ദര്യത്തിന് രഹസ്യം എന്താ ഗൈസ്? അപ്പോൾ നമുക്ക് ചെമ്മീൻ വാങ്ങാനാണ് പ്ലാന്. കാരണം നോർമലി ചെമ്മീന് കിലോന് 400-450 രൂപക്കാണ്. അപ്പോൾ ബിരിയാണി വെക്കാനാട്ടോ. അപ്പോൾ ഇപ്പം പോയി നോക്കാം മാർക്കറ്റിൽ എത്ര നോക്കാം. മാർക്കറ്റിൽ എത്തിയതൊക്കെ മീനുകളൊക്കെ അൽഫി മുമ്പ് തന്നെ പോകുന്നുണ്ട്. മൊത്തം ചെമ്മീൻ വാങ്ങുന്ന തോന്നുന്നത്. അൽഫി, ഇതാണ് മെയിൻ ഹബ്ബ്, മനസ്സിലായില്ലേ? നല്ല മണം ഉണ്ടാവും. മൂക്കൊന്നും കുത്തിട്ട് കാര്യമില്ല, ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണ. ഇവിടുന്ന് ചെമ്മീനൊക്കെ കൊട്ടായിട്ട് എടുക്കാട്ടോ. അത്യാവശ്യം ഇഷ്ടം പോലെ മീനുകളുണ്ട്. നമുക്ക് ഇത്രയും മീൻ വേണ്ട. നമ്മളപ്പോൾ ഈ ചെമ്മീൻ നോക്കി, ഇത് കുറച്ച് വലുതല്ലേ അല്ലേ? ജീവനുള്ള മീനാണ്. ഇതിങ്ങനെ പെടഞ്ഞ് കളിക്കും. ഇതെന്ത് മീനാട്ടാ? കറൂപ്പ. ഓക്കെ, കറൂപ്പ പറഞ്ഞ മീനാട്ടോ. പുഴമീനല്ലേ? കൊള്ളാം. ഇത് രണ്ടും പുഴമീനാട്ടോ. ഏട്ടാ ചെമ്മീൻ എത്ര? 200. നമ്മളപ്പോൾ ഇതാക്കണ 2 മീന് വാങ്ങി ഗൈസ്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി. ഞങ്ങൾ ഓൾമോസ്റ്റ് 400 രൂപ സേവ് ചെയ്തു. എന്തൊക്കെയാ ചെമ്മീൻ വാങ്ങി? ചെമ്മീൻ, അയില, പിലോപ്പിക്ക് നമ്മൾ 150. ചെമ്മീൻ്റെ കോമഡി ആയിരുന്നു. അവര് കവറിൽ ഇടുന്ന വരെ 250 അല്ല 250 നമ്മൾ ചോദിച്ചു 280 50 അപ്പൊ 250 കവറിൽ ഇട്ടപ്പോ പെട്ടെന്ന് 100 രൂപ കവറിന് അല്ലേ? അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഗൈസ് ബാക്കിൽ നിന്നൊരു സൗണ്ട്, മീനിങ്ങനെ ചാടി കളിക്കുന്ന സൗണ്ട്. ഏത് നാട് ചാടി കളിച്ച്? പിലോപ്പിയാണ് അധികം ചാടി കളിച്ചത് ഗൈസ്. ബാക്കിയുള്ള മീനുകളൊക്കെ ചത്തന്നെ. ഞങ്ങളവിടെ നോക്കിയപ്പോ ഒരു മുഴു. ഇതാണ് പിലോപ്പി കേട്ടോ. വെള്ളത്തിൽ നോക്കിയത് ചിലപ്പോൾ ജീവനുണ്ട്. ഞങ്ങൾ അടുത്തൊരു മുഴു ഗൈസ്. മുഴുവൻ ഇതാണ് ഞാൻ പറഞ്ഞ പിലോപ്പിയാണ്. നോക്കെ ഇതിപ്പളക് നോക്കിയുണ്ട്. പടയ്ക്കുന്ന മീന് പറഞ്ഞതാ. ഇപ്പളകുന്നില്ലല്ലോ, ഇപ്പളകുന്നില്ല കേട്ടോ. ഒന്ന് വീട്ടിൽ പോയിട്ട് വെള്ളത്തിലിട്ടൊക്കെ ഇതെങ്ങാനും ക്ലീൻ ആക്കുമ്പോൾ ഇളകിയ ജീവൻ പോയി പോകും കഴിയും. കുക്ക് ചെയ്തിട്ട് ടേബിൾ വെക്കുമ്പോൾ ഇങ്ങനെ ഇളകി എടുക്കണ മിക്കവാറും അതായിരിക്കും അവസ്ഥ ഉണ്ടാവുന്നത്. ഈ മീൻ ചാടി കളിക്കുന്ന ഇത് ചത്തിയില്ല കേസ്. മീൻ പെടഞ്ഞ് ചാടി കളിക്കുന്ന എന്റെ അളിയാ. ചട്ടിനെ ചാടി എനിക്ക് ഒന്നാമത് മീന് പിടിക്കാൻ പേടിയാ. ലിഫ്റ്റ് എത്തിയില്ലേ? ഓ യെസ്, ഈ മീനാണ് ഇതോ ചാടുന്നത് അല്ല, ഇപ്പുറത്തുള്ളത് നട്ടം ചാടി കഴിഞ്ഞാൽ സീൻ ഔട്ടോ. ഈ മീൻ്റെ ഇവിടെ ഇങ്ങനെ കണ്ട ഇവിടെ ഇളകുന്നുണ്ടല്ലേ. റീസെന്റ് ബൂംബാങ്ങിന്റെ വീഡിയോ കാണാൻ തുടങ്ങിയ ശേഷം പച്ചയില് കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. ലൈഫിൽ ആദ്യമായിട്ടാണ് ഫിഷിനെ പച്ച കഴിക്കാൻ പോണത്. അതാകുമ്പോ സുഖം. ഇനിയിപ്പൊ പെടയൂലേ? പടയ്ക്കുന്ന മീന് പച്ചോട് കൂടി കഴിക്കാം. റെഡി 1 2 3. താഴത്തുനിന്ന് എവിടുന്ന കഴിക്കണ്ടേ? ഇവിടുന്നാണോ? ഒരു കടി അടിച്ചു നോക്കല്ലേ? നോമ്പല്ലെങ്കിൽ ഞാൻ കഴിച്ചേനെ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ വെക്കുമ്പോ ഇതോണ്ട് പടയുന്നത്. എന്റെ ജീവൻ ഗൈസ്. അപ്പൊ ആ കാണുന്ന ഫ്ലാറ്റിൽ നിന്നും ഏതോ ഒരു ഫ്ലാറ്റിൽ നിന്നും ഞാനിവിടെ എത്തിയിരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മളുടെ മിനി കിട്ടും. മിനിന്റെ ബില്ല് വന്നത് 90,000 രൂപ ഗൈസ്. അപ്പൊ എന്തൊക്കെ റെഡിയാക്കി മിനി കിട്ടിട്ടാൻ പറഞ്ഞാൽ ഐ എം വെയിറ്റിംഗ്. അവരിപ്പം വണ്ടി ഡെലിവറി ചെയ്യും ഗൈസ്. സോ കട്ട വെയിറ്റിംഗ്. ഓക്കെ, എം സ്റ്റാർ മോട്ടോഴ്സ് എന്നാണ് വണ്ടി പണിത്. അപ്പം അവരിങ്ങോട്ട് ഡെലിവറി ചെയ്യാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് വന്നോട്ടെ. വേറെ പോയിട്ട് വല്ല പിടിക്കല്ലേ. ഈ കാർ എടുത്ത് അവിടെ പോകണം, ആ കാർ എടുത്തിട്ട് വേറെ ലോട്ട്സ് കോംപ്ലിക്കേഷൻ. നോമ്പും കൂടിയല്ലേ ഗൈസ്. അപ്പം നമ്മളുടെ മിനി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം അവർ റെഡിയാക്കി. അതായത് നമ്മളുടെ വാർണിംഗ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കി കാണാൻ കണ്ടില്ലേ, ഒരു വാർണിംഗ് ലൈറ്റ് പോലില്ല. പിന്നെ സ്റ്റിയറിംഗ് കുറച്ചുകൂടി ഒന്ന് സ്മൂത്തായി. പിന്നെ ഇവിടെ എൻജിൻ്റെ കൂളിങ്ങിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം റെഡിയാക്കി. ഇനി നമുക്ക് ആ ഒരു മെസ്സേജും കാര്യങ്ങളൊന്നുമില്ല. സംഭവം 90,000 രൂപ ആണെങ്കിൽ അത് നന്നാക്കിയൊന്നും പുറത്ത് കാണാനില്ല. അങ്ങനെ നമ്മളെ ചെക്കനെ തിരിച്ച് കിട്ടിയിരിക്കുന്നു ഗൈസ്. അപ്പം 30 സെക്കൻഡിനുള്ളിൽ എത്ര നമുക്ക് എണ്ണാൻ കഴിയുന്നവർക്ക് കുറച്ച് പൈസ കിട്ടിയപ്പോൾ ആ ചലഞ്ച് വിചാരിച്ച് സെറ്റ് ടൈമർ ഇൻ 30 minutes. 30 seconds. സെറ്റ് ടൈമർ ഇൻ 30 seconds. ഓക്കെ, സ്റ്റാർട്ട്. സമയം തീരാനായിരിക്കുന്നു. 10 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. 10 seconds. 15 seconds. 10 സെക്കൻഡ് ബാക്കിയുള്ളൂ. 10 സെക്കൻഡ് ബാക്കി. എത്ര എണ്ണം കിട്ടി ബേബി?
അപ്പോൾ യുവർ ടൈമർ ഇസ് ഗോയിങ് ടു 3, 2, 1. ഓക്കെ, ഡൺ. 35,000 രൂപ, 35,000. എന്നോടൊക്കെ ആ ഗെയിം കളിക്കാറിയാ മൊത്തം എണ്ണി പൈസ ഗെയിം. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. എന്നിട്ട് കറക്റ്റ് ആണോ നോക്കണം കേട്ടോ, അവള് കൂടുതൽ 11 സെക്കൻഡ് ലെഫ്റ്റ് ഉള്ളൂ. അതെന്താ അങ്ങനെ പൈസ ഇട്ടെണ്ണർന്ന് ചേർത്ത്? കഴിഞ്ഞു. അപ്പൊ ഇത് ബാലൻസ് എത്ര ഉണ്ട് നോക്ക്. ബാലൻസ് എത്ര ഉണ്ട് ഗൈസ്? അപ്പൊ ഞാൻ 35,000, ഇവള് 30,000 ആണ്. 30 സെക്കൻഡിലുള്ള എണ്ണി എടുക്കും. ഇവള് 1 സെക്കൻഡിൽ. ഞങ്ങളൊക്കെ ഗൂഗിൾ പേ ചെക്കിന്റെ ആൾക്കാരായിരുന്നു, നിങ്ങളൊക്കെയാണ് ഹാൻഡിൽ ചെയ്തത്. അങ്ങനെ ഈവനിങ് ആയി, നോമ്പ് തുറന്ന് എല്ലാ ദിവസവും നോമ്പറ കാണിക്കണമെന്നില്ല. അപ്പം നമ്മള് മീനൊക്കെ എന്താ ചെയ്തതെന്ന് കാണിച്ചത്. കാരണം കുറെ ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്കുള്ള മീൻ ഒന്നായിട്ട് നമ്മൾ വാങ്ങിനല്ലോ. ഇതാണ് സംഭവം കണ്ടത്. ഇത് ഫ്രീസ് ചെയ്ത് വെച്ചതല്ലേ. അതായത് നമ്മള് വെള്ളം ഒഴിച്ചിട്ട് മീന് കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് വെക്കും. ഇത് തന്നെ ഒരു 2-3 ദിവസത്തേക്കുള്ളത്. ഇങ്ങനെ വെച്ചാൽ എത്ര ദിവസം വരെ നമുക്ക് ഇങ്ങനെ വെക്കാൻ കഴിയും ഫ്രീസ് ചെയ്തിട്ട്? ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നോർമലി ആൾക്കാർ പറയുന്നത് 6 മാസം വരെ ഇങ്ങനെ ഫ്രീസ് 6 മാസം നമ്മളെന്തായാലും അത്രയൊന്നും ഇതാക്കൂല. ഇനി ചെമ്മീൻ ഉണ്ട്, ഇത് നമ്മള് വെള്ളം പറഞ്ഞ് ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമുക്ക് എങ്ങനെ 2-3 1 മാസം വരെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് നമുക്ക്. നൈറ്റ് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി മിനി ഒന്ന് റൈഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ എന്തൊക്കെയോ കണ്ടില്ലേ, ഫുട്ബോളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീട് വരെ ഒന്ന് പോവാം. ഓക്കെ, സോ ഇനി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എൻ്റെ എഞ്ചിൻ ഓയിൽ സാധനങ്ങളൊക്കെ മാറ്റിയാണ് സ്പീഡിലൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം എന്താണ് ഇതിൻ്റെ പവർ എന്ന്. ഓക്കെ ഗൈസ്, സംഭവം നൈസാട്ടോ. എന്താ പറയുക, കൂളൻ്റ് ഒക്കെ ഒഴിച്ച് പുതിയതായതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡിൽ ഓടിക്കുമ്പോൾ എൻജിൻ ചൂടായി എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് സ്റ്റിയറിങ് കുറച്ചുകൂടി സ്മൂത്തായി തന്നെ അവരോ പറഞ്ഞിരുന്നു സ്റ്റിയറിങ്ങിൻ്റെ കാര്യം. സോ കുറച്ചുകൂടി ഒന്നും കണ്ടില്ല, സ്മൂത്തായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൊള്ളാം ഗൈസ്. ഓവറോൾ മിനി, വെൽക്കം ബാക്ക് മിനി. ഐ ആം ഹോം ഗൈസ്. ഇതങ്ങനെ ഇവിടെ എത്തിയപ്പോൾ മമ്മീൻ്റെ വക ഒരു വട്ടുകൂടി തുറക്കാന്ന് പറഞ്ഞു നോമ്പ്. അങ്ങനെ ഞാൻ ഒരു വട്ടുകൂടി അങ്ങ് തുറക്കുകയാണ്. കണ്ടില്ലേ, കാരണം ഇപ്പം ഉമ്മ നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞാലാണല്ലോ, നമുക്ക് എപ്പോഴും നോമ്പ് തുറന്ന് കുറച്ച് കഴിയുമ്പോഴാണ് വിശപ്പ് വരിക. അതിൻ്റെ ഭയങ്കര നിങ്ങൾക്ക് മാത്രല്ല എനിക്കും എല്ലാവർക്കും അല്ലെങ്കിൽ അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ ടേബിളിൽ ഇത്ര സാധനമാണ്, പക്ഷെ ആദ്യമൊക്കെ പറഞ്ഞാൽ ഇത് നിറച്ചുണ്ടാക്കി. ഇപ്പം നമ്മള് പലഹാരങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കേയില്ല. സത്യം അല്ലേ? നമ്മൾ കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കും, കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കും. പലഹാരങ്ങൾ ആദ്യം നിങ്ങൾ തന്നെ പണ്ടത്തെ വീഡിയോ നോക്കിയാൽ 1000. എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട്. കഴിച്ച് എൻ്റെ മോന് കുറെ കൊണ്ടുതന്ന് ഞാൻ കഴിക്കണേ കുഴപ്പമില്ല, കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യാനല്ല ഫാറ്റി ലിവർ. അതുകൊണ്ട് പൊരിച്ചൊന്നും അങ്ങനെ കഴിക്കില്ല. നല്ലതാ. ഞാൻ വീഡിയോ കാണുന്നവരോട് പറയാണ്, ഒരുപാട് തിന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ തിന്നാൻ കഴിയാണ്ടിരിക്കും. മനസ്സിലായില്ലേ? ചിക്കൻ കഴിച്ചോ, പൊരിച്ച സാധനങ്ങൾ കുറച്ചാണ്, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം. അപ്പം എന്തായാലും ഞാൻ ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് സെറ്റാണ്. സ്റ്റൂ, ഇഡ്ഡലി, പുട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പോവുകയാണ്. ടാറ്റ പറയും. ഓക്കെ ഗൈസ്. ഗൈസ്, അപ്പം ഞാൻ നമ്മളുടെ ഫ്ലാറ്റിലെത്തി. ഇവിടുത്തെ എന്താ പറയുക, കണ്ടില്ല, നല്ലൊരു കോസിനെസ് ആട്ടോ. റോഡ് ശ്രദ്ധിച്ചാണ്, മരങ്ങളൊക്കെ അങ്ങനെ നിന്ന് നല്ലൊരു ആംബിയൻസ് ആണ് ആക്ച്വലി നമ്മൾ ഫ്ലാറ്റിലേക്ക് പോണ റോഡ് എന്ന് പറഞ്ഞാൽ. നല്ല രസമാണ് കേസ്. നമ്മളൊരു പാലം, ഒരു ഐലൻഡ് പോലെ ഒരു പാലം കയറി ഇറങ്ങി. എൻ്റെ കാറിൻ്റെ മുകളിലത്തെ സ്റ്റിക്കർ പോയിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ കയറണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഫ്ലാറ്റ് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ പറയണം, അല്ലെങ്കിൽ സ്റ്റിക്കർ കാണുമ്പോൾ അവർ കടത്തി വിടുമായിരുന്നു. ദാറ്റ്സ് എ പ്രോബ്ലം. ഇതാണ് ഫ്ലാറ്റിൻ്റെ എൻട്രൻസ്. യെസ്, സാധനം പൊങ്ങിയിട്ടാണ്, കുഴപ്പമില്ല. അപ്പം നമുക്ക് നേരെ കയറി പോവാം. നമ്മളെ പാർക്കിംഗ് റൈറ്റ് വേണം. നമുക്ക് നേരെ
മിനി അതാണ് പൊളിക്കണ്ട, ഇവിടെ എഴുതി കാണിക്കണ്ട മിനി പൊളിയല്ല.